ചെറുള്ളി വേണം. ചെറുള്ളി ഇന്ന് മത്തിയാണ്. ഇന്നും മത്തി. ഇന്നൊരു മത്തിയാണ് കേട്ടോ. ഇന്നലെ മത്തി വില കുറവ്, ഇന്ന് മത്തി വില കൂടുതൽ. ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നൊരു മത്തിക്കറിയാണ് കേട്ടോ. സ്പെഷ്യൽ മത്തിക്കറിയാണ്. പാലക്കാട് സ്റ്റൈൽ മത്തിക്കറിയാണ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഉണ്ണി അവിടെ ഘോഷിത്തരം കാണിക്കുന്നതാണ്. 1/2 കിലോ മത്തിൻ്റെ നേരാക്കിയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നന്നായി കഴുകിയെടുക്കട്ടെ ഞാൻ. ഉപ്പൊക്കെ ഇട്ട് തിരിഞ്ഞ് വയ്ക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ വേണ്ട നേരാക്കാം. മത്തി നേരാക്കി തന്നോട്ടാണ്. ഞാൻ നേരാക്കി എടുക്കട്ടെ, അല്ല വൃത്തിയാക്കി എടുക്കട്ടെ. തലയും പാലൊക്കെ കളഞ്ഞു തന്നിട്ടുണ്ട്. ഡാഡി ഈസ് ഓൺ ദ ഡ്യൂട്ടി. ചെറിയുള്ളി അച്ഛൻ ചെറിയുള്ളി നേരാക്കുകയാണ്. ആർക്കും വേണ്ടാതെ കിടക്കുന്നു. മീൻ കറിക്കേ കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കാനുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. 1.5 ടീസ്പൂൺ എണ്ണ അത്ര മതി. ഒരു 1/4 ടീസ്പൂൺ ഉലുവാട്ട. ഒന്ന് പൊട്ടി വരട്ടെ. ഉലുവയൊന്ന് പൊട്ടി വന്നു. അതിലേക്കൊരു 10 ചെറിയ ഉള്ളി, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഉള്ളി നന്നായി മൊരിഞ്ഞ് വരട്ടെ. കുഞ്ഞു കുഞ്ഞൂന്നരിയാ. അതെ, നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നു. ഒരു 3 ടീസ്പൂണ് തേങ്ങ, തേങ്ങയൊന്നും നന്നായി മൂക്കൊന്നും വേണ്ട, അത്രയും മതി. അത്രയും മതി കേട്ടോ. ഇതിൽ പൊടികൾ ഇട്ട് കൊടുക്കുക. തീ ഓഫാക്കി. ചട്ടി നല്ല ചൂടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചട്ടി ഓഫാക്കിയിട്ടാ. അല്ല, തീ ഓഫാക്കി പറയാം. നല്ല ചൂടുണ്ട്, അല്ലെങ്കിൽ പൊടികൾ കരിക്കും. തേങ്ങ വളരെ കുറച്ച് മതി. ആയിട്ടതെല്ലാം നല്ല മഷി പോലെ അരച്ചിട്ട് വരാം. അത് ആറിയിട്ട് നമുക്ക് മീൻ കറി വയ്ക്കാം. കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ചായിട്ടാ. ഒരു 6-7 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, ഒരു 3 പച്ചമുളക്. ഉള്ളിയൊന്ന് മൂത്ത് വരട്ടെ. നന്നായി മൂത്ത് വരട്ടെ. ഉള്ളി മൂത്ത് വന്നു. ഇതിലേക്ക് ചെറിയൊരു തക്കാളി, കറിവേപ്പില കേട്ടോ. ആവശ്യത്തിന് കറിവേപ്പില. തക്കാളി കൂടി വഴണ്ട് വരട്ടെ.
തക്കാളി വാങ്ങിട്ട് വന്നു. നമ്മൾ വാളംപുളി കഴിഞ്ഞിട്ടാണ് ഒഴിച്ചത്. പിഴിഞ്ഞ് വെച്ചതാണ്. നന്നായി. ഇനി നമ്മുടെ അരപ്പിട്ട് കൊടുക്കുക. ചെറിയ അരപ്പ്. തേങ്ങ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, മുളക് പൊടിയൊക്കെ ഉണ്ട് ഇട്ടാ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഇനി ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഞാൻ തിളക്കട്ടെ. കുറുകിയ മത്തിക്കറി തിളക്കട്ടെ. ചാറ് തിളച്ചു. മീനിട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 കിലോ മുഴുവൻ എടുത്തില്ല, 4-5 വറുക്കാൻ എടുത്തു. ഫോർ മീ. ഇതാ മണം ഒലിവിൻ്റെ. കൈ കഴുകിട്ട് വരാം. ഒന്ന് അടച്ച് വെച്ച് വേവിക്കാട്ടോ. മത്തിക്കറി തുറന്ന് നോക്കട്ടെ. ഓ, എന്താ തിളക്കുന്നത്. നല്ല മണം കേട്ടോ. നല്ല കുറുകിയത്. ഒന്ന് ചുറ്റിച്ചു കൊടുക്കട്ടെ. കുറച്ചും കൂടി ഇരിക്കട്ടെ. നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടാ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മുകളിൽ കൂടെ നിർത്തി ഓഫാക്കി. കുറുകിയ മീൻചാറ് കണ്ടേ. എന്താ ചെയ്യണേ? എന്താ ചെയ്യണേ? എന്താ ചെയ്യണേ? ഞാൻ പയറുപ്പേരി, പയറുണ്ട്, പച്ചപ്പയർ വാങ്ങിച്ചില്ല, ഉപ്പേരി വയ്ക്കാം. പിന്നെ മുറിച്ചോണ്ടിരിക്കുക. കഴിയാറായി. ചെറുതായി ഉള്ളൊക്കെ നോക്കിയിട്ടാണ് മുറിക്കുന്നത് കേട്ടോ. നിങ്ങൾ മുറിച്ച് കണ്ട് തലയിൽ കളഞ്ഞ് നോക്കിയിട്ട്. അല്ലെങ്കിൽ നോണ് കയറി വരും. നാടൻ പയറാണെങ്കിൽ പൊട്ടിച്ച് കൊടുത്തില്ല. അത് നാടനല്ല. ബോംബെ പയറുപ്പേരി വയ്ക്കാൻ കേട്ടോ. കുറച്ച് കടുക്, സവാള, കറിവേപ്പില, ഉണക്കമുളക് ചാച്ചത്, ഉണക്കമുളക് കല്ലിലിട്ട് ചാച്ചത്, പയർ, നല്ല പയർ കേട്ടോ. നല്ല ഉപ്പിട്ട് കൊടുക്കും. വേഗട്ടെ. പയറുപ്പേരി കണ്ടു കേട്ടോ. ഈ പയർ നല്ല വെള്ളമുള്ള പയറാണ്. പയറുപ്പേരി റെഡി കേട്ടോ. നല്ല കുറുകിയ മീൻ കറി. ഇങ്ങനെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക. പിന്നെ പയറുപ്പേരി, സൂപ്പർ ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ വെക്കാത്തവരെ വെച്ച് നോക്കുക. ഞങ്ങൾ ഊണ് കഴിക്കട്ടെ. നിങ്ങൾക്ക് എന്താ സ്പെഷ്യലാണെന്ന് പറയാം. അപ്പോൾ ഇത്രയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ.